ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻജീനിയേഴ്സ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. കാർവേ കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ദ ഇയർ. കാർവേ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1966 അടുത്ത ചോദ്യം, ഡാറ്റ് ഈസ് ദ മാക്സിമം മെമ്പർഷിപ്പ് ലിമിറ്റ് ഇൻ എ ബാങ്കിങ് പാർട്ണർഷിപ്പ്. ബാങ്കിങ് പാർട്ണർഷിപ്പിലെ പരമാവധി അംഗത്വ പരിധി എന്ന് പറയുന്നത് 10 പേരാണ്. 10 പേരാണ് മാക്സിമം മെമ്പർഷിപ്പ് ലിമിറ്റ് ഇൻ എ ബാങ്കിങ് പാർട്ണർഷിപ്പ്. അടുത്ത ചോദ്യം, ഇൻ എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രോഫിറ്റ് ഈസ് ഷെയർഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ബൈലോ പ്രൊവിഷൻസ്, പാർട്ണർഷിപ്പ് ഡീഡ്. ഏതാണ് ആൻസർ? ബൈലോ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രോഫിറ്റ് പങ്കിടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. CSEB ജൂനിയർ ക്ലർക്കിന് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ കോ ഓപ്പറേറ്റർ എന്ന മാസിക ആര് പ്രസിദ്ധീകരിച്ചതാണ്? ആരാണ്? വില്യം കിങ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദി ടാസ്ക് ഫോഴ്സ് ഓൺ റിവൈവൽ ഓഫ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സഹകരണ വായ്പാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിനായി രൂപീകരിക്കപ്പെട്ട ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ ആരായിരുന്നു? A. വൈദ്യനാഥൻ. അടുത്ത ചോദ്യം, ഹു റോട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ കോ ഓപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി. കോ ഓപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന പ്രസ്താവന എഴുതിയത് ആരാണ്? ഇവാൻ മക്ഫേഴ്സൺ ആണ് കോ ഓപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന പ്രസ്താവന എഴുതിയത്. അതുപോലെ ICA രൂപീകരിച്ചതെന്നാണ് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. 1895 ICA രൂപീകരിച്ചത്. ക്രോപ്പ് ലോൺ സിസ്റ്റം വാസ് റെക്കമെൻഡഡ് ബൈ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത്. അതിനെപ്പറ്റി ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തായിരുന്നു. കാണാത്തവർക്കായി താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം ഈസ് അതർവൈസ് കോൾഡ് ആസ് ഡാഷ്. ആൻസർ, വാല്യൂ കൺട്രോൾ സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് വാല്യൂ കൺട്രോൾ സിസ്റ്റം. വിച്ച് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോ ഓപ്പറേറ്റീവ്സ് ഇൻ കേരള? ഹാൻഡെക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഡക്ഷൻ അലൗഡ് ടു ബയർ ഓൺ ദ സെല്ലിംഗ് പ്രൈസ് ഈസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. അതായത് സെല്ലിംഗ് പ്രൈസിൽ വാങ്ങുന്ന ആളിന് അനുവദിക്കുന്ന കിഴിവാണ് ട്രേഡ് ഡിസ്കൗണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇൻ എ കോ ഓപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ്. എന്തിൻ്റെ ഓർഡർ അനുസരിച്ചാണ്? ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാണോ, പ്രയോറിറ്റി അനുസരിച്ചാണോ, പ്രോഫിറ്റബിലിറ്റി അനുസരിച്ചാണോ, അതോ പെർമനൻസി അനുസരിച്ചാണോ കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നത്? പെർമനൻസിയെ ബേസ് ചെയ്ത്. ഓക്കെ. ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. എന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. അടുത്ത ചോദ്യം, ദ റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദി എലക്ഷൻ ഓഫ് സർക്കിൾ കോ ഓപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ്റെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. റൂൾ റിഗാർഡിംഗ് ദ ലീവ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏത് റൂൾ അനുസരിച്ചാണ് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ അവധി സംബന്ധിച്ചത്? റൂൾ 190. സെക്ഷൻ 57B ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 57B, ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. കാംകോ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ് ആക്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് കാംകോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കൺവീൻഡ് ബൈ ദ ചീഫ് പ്രൊമോട്ടർ. ചീഫ് പ്രൊമോട്ടറാണ് ആദ്യത്തെ ജനറൽ ബോഡി നടത്തുന്നത്. ഡാഷ് ഓഫ് എ സൊസൈറ്റി കനോട്ട് ബി അറ്റാച്ച്ഡ് ബൈ എനി കോർട്ട്. ഓപ്ഷൻസ് എഡ്യൂക്കേഷൻ ഫണ്ട്, റിസർവ് ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ഡിവിഡൻ്റ് ആണ്. ആൻസർ റിസർവ് ഫണ്ടാണ്. റിസർവ് ഫണ്ട് ഒരു കോടതിക്കും അറ്റാച്ച് ചെയ്യാനുള്ള അധികാരം ഇല്ല. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഫാർമേഴ്സ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? മാനേജിംഗ് ഡയറക്ടർ. അടുത്ത ചോദ്യം, ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വെസ്റ്റഡ് ഇൻ. ജനറൽ ബോഡിയാണ് ആൻസർ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പരമാധികാരി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ കേരള ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ്
സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, അതായത് കേരളത്തിലെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് എന്നിവ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ചുമതലയാണ്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണെന്നറിയാവോ? 58 വയസ്സ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓഡിറ്റ് ഫീ ഓഫ് എ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഇറ്റ്സ് ഡാഷ്. വർക്കിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്താണ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. ആൻ എംപ്ലോയി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ മാക്സിമം ഓഫ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ബോണസ്. എത്ര ശതമാനം ബോണസ് ആയിട്ട് കിട്ടും ഒരു കോഓപ്പറേറ്റീവ് സർവീസ് എംപ്ലോയിക്ക്? 20%. ദ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എൻ്റർടൈൻസ് ഓൺലി ഡാഷ് ഇഷ്യൂസ്. ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നോൺ മോണിറ്ററി ഇഷ്യൂസ് മാത്രമാണ് ആർബിട്രേഷൻ കോർട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മോണിറ്ററി ഇഷ്യൂസോ? ഇത് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കാണാത്തവർക്കായി താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ, അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ഡാഷ് എൻസ്. ബുക്ക് കീപ്പിംഗ് എൻസ്. അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻസ്. The maximum amount of audit fees payable by a primary credit cooperative society is എത്രയാണ്? 1 lakh. Institute of Chartered Accountants of India Act came into existence. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നിയമം നിലവിൽ വന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്